ഇപ്പോൾ അക്ബർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ വ്യത്യസ്തമായ ഒരുപാട് അനവധി വിഷയങ്ങളിൽ അക്കാദമിക നിലവാരത്തിലുള്ള ഒരുപാട് കൃതികൾ മലയാളികൾക്ക് സംഭാവന ചെയ്തൊരു വ്യക്തിയാണ് അക്ബർ സാഹിബ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ രംഗത്തേക്കുള്ള കടന്നുവരവ്, ആദ്യത്തെ എഴുത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എഴുത്തിൻ്റെ രംഗത്തേക്കുള്ള ആ ഒരു കടന്നുവരവും പരിചയപ്പെടലും എല്ലാം ഉണ്ടല്ലോ, അതിനെല്ലാം എങ്ങനെയാണ് അക്ബർ സാഹിബ് ഓർക്കുന്നത്? എഴുത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ എഴുത്താണെങ്കിലും എഴുത്ത് ശരിക്ക് വായനയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണെന്ന് പറയാം. വായന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിലെ കിട്ടുന്നതെല്ലാം വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചിത്രകഥകളിലൂടെ, അമർ ചിത്രകഥകളിലൂടെ, ഡിറ്റക്റ്റീവ് നോവലുകളിലൂടെ, അതേപോലെ മറ്റ് നോവലുകളിലൂടെ എല്ലാം കടന്നു വന്നിട്ടാണ് ഗൗരവതരമായ വായനയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ വായന ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലമായി സ്വന്തമായി എഴുതണം തോന്നി. എഴുതണം തോന്നുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലാണെന്ന് പറയാം. കാരണം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ MSMൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കയ്യെഴുത്ത് മാസിക, ആ കയ്യെഴുത്ത് മാസികയിൽ ആണ് എഴുത്ത് തുടങ്ങിയത്. അപ്പോൾ കയ്യെഴുത്ത് മാസികയിൽ എഴുത്തിനൊരു മറ്റൊരു സവിശേഷതയും കൂടി ഉണ്ട്. കയ്യെഴുത്ത് മാസികയിൽ അത് എഴുതൽ തന്നെ ഞാനായിരുന്നു പലപ്പോഴും. കാരണം എൻ്റെ കയ്യെഴുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ അത് മറ്റുള്ളവരുടെ കൂടി ലേഖനങ്ങൾ എഴുതി കയ്യെഴുത്ത് മാസികയിൽ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ ആ എഴുത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ എഴുത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ പതിയുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നീട് ഗൗരവതരമായ എഴുത്തിലൂടെ തന്നെയാണ് ഞാൻ ആദ്യമായി കയറുന്നത്. അതല്ലാതെ കഥകളോ കവിതകളോ ഒന്നും എഴുതിയിട്ടല്ല. കവിതകളെല്ലാം പിന്നീട് നല്ല ചെറിയ തോതിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എഴുത്തിലേക്ക് കിടക്കുന്ന ഗൗരവതരമായ എഴുത്തിലൂടെ. ഞാൻ ഇക്ര എന്ന് പറഞ്ഞിട്ട് MSMൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു. അതിൽ സൽസബീലിൽ എല്ലാം എഴുതി തുടങ്ങുന്നത്. പിന്നീട് അത് ഷബാബിലേക്കും ചന്ദ്രികയിലേക്കും എല്ലാം പോയി. അങ്ങനെ മറ്റ് ഇസ്ലാമികമായ ആനുകാലികങ്ങളിൽ എഴുതാൻ തുടങ്ങി, പൊതുവായ ആനുകാലികങ്ങളിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അവിടെയെല്ലാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗൗരവതരമായ എഴുത്താണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എൻ്റെ വളരെ ചെറുപ്പത്തിൽ 10-ലോ 12-ലോ മറ്റോ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എഴുതിയൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ വാലറ്റ് പോയ പരിണാമവാദമായിരുന്നു. അപ്പം അന്ന് തന്നെ ആ ഒരു തരത്തിലുള്ള എഴുത്തുകളായിരുന്നു ചെയ്തിരുന്നതെന്ന് അർത്ഥം. അങ്ങനെയാണ് പിന്നീടുള്ള എഴുത്തുകളിലേക്ക് വരുന്നത്. ഇപ്പോൾ അക്ബർ സാഹിബ് ഇവിടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ആദ്യമായി നമ്മളെല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ ചെറിയ അമർ ചിത്രകഥകൾ വായിച്ചും ഡിറ്റക്റ്റീവ് നോവൽസും ഒക്കെ വായിച്ചിട്ടാണ് അക്ബർ സാഹിബിൻ്റെ ഒരു ആരംഭം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ പലരും, അല്ലെങ്കിൽ പൊതുവിൽ തന്നെ അങ്ങനെ വായിച്ചു തുടങ്ങുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ അങ്ങനെ തുടങ്ങുന്ന ആളുകൾ അധികവും ഈ ഒരു സാഹിത്യ രചനയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃതികൾ രചിക്കുന്നതിലോട്ടോ ഒന്നും തന്നെ എത്താറില്ല. അപ്പോൾ അക്ബർ സാഹിബിനെ അതിലോട്ട് നയിച്ച അല്ലെങ്കിൽ പ്രചോദനമായ വ്യക്തികൾ അല്ലെങ്കിൽ മോട്ടീവായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് അങ്ങനെ വ്യക്തികൾ എന്നുള്ളതിനേക്കാളും അന്തരീക്ഷം എന്നുള്ളത് ശരിയാണ്. കാരണം പൊതുവെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഈ ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ജീനിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്കൂൾ കാലത്തിൽ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്ന സംഗതികൾ ചോദ്യം ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, ഹൈസ്കൂൾ ക്ലാസ്സുകളിലാണ്, 7-ലോ 8-ലോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സമയത്താണ് നമ്മളെ ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാവുന്നത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടായ അന്നത്തെ ശാസ്ത്രാധ്യാപകൻ അദ്ദേഹം ക്ലാസ്സിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി പത്രമായിട്ട് വരികയും ഇനി കുട്ടികളെല്ലാം ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കാൻ തുടങ്ങി, ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചപ്പോൾ, അപ്പോൾ അന്ന് പത്രത്തിൽ നമ്മളും വായിച്ചിട്ടുണ്ടല്ലോ ഈ സംഭവം. അപ്പോൾ അന്ന് ഒരു ചോദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടുന്ന് ചോദ്യം ചെയ്യാണ്, ഈ പടച്ചോനുണ്ടാക്കിയ ബീജം പടച്ചോനുണ്ടാക്കിയ അണ്ടവുമായി സംയോജിപ്പിച്ചിട്ട് പടച്ചോൻ ഉണ്ടാക്കിയ ഗർഭാശയത്തിൽ വളർത്തിയതാണോ അത്ര വലിയ കാര്യം എന്നാണ് ഞാൻ അന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷം, അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ശരിയെല്ലാം തോന്നുന്ന സംഗതികൾ പഠിപ്പിക്കപ്പെടുക,
അതിനുവേണ്ടി ആളുകളെ പ്രചോദിപ്പിക്കപ്പെടുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പണി എന്നുള്ളത് അത് നമ്മുടെ മനസ്സിൻ്റെ അസംതൃപ്തി വരെ എഴുതി പഴിപ്പിക്കുമ്പോൾ കുറച്ച് കുറയുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള മനസ്സിൻ്റെ ഈ തരത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു തലം വെച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു വിക്ഷോഭമുണ്ട്, ഇതിനെതിരിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നത്. അപ്പോൾ അത് എഴുത്തിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു വ്യക്തിയോ ഒന്നും തന്നെ അങ്ങനെ സ്വാധീനിച്ചാൽ എനിക്ക് തോന്നണില്ല. പക്ഷേ എഴുത്തിൽ വായിക്കുന്നതിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ളത് ചിലപ്പോൾ ചെറുപ്പത്തിലല്ല ഗൗരവതരമായ എഴുത്തായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് അഹമ്മദിൻ്റെ പുസ്തകങ്ങളായിരിക്കും, അല്ലെങ്കിൽ ലേഖനങ്ങളായിരിക്കും. അതേപോലെ തന്നെ പിന്നീട് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പുസ്തകങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ സാഹചര്യമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പോൾ അക്ബർ സാഹിബ് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അക്ബർക്കയുടെ ഈ രംഗത്തുള്ള എഴുത്തുണ്ടാകുന്നത്. അതായത് കേവലം കവിതയിലൂടെയോ കഥകളിലൂടെയോ ഉള്ള ഒരു രംഗപ്രവേശനം ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അക്കാദമികമായ പഠനങ്ങളുടെ ലോകത്തേക്ക്, അക്കാദമികമായിട്ടുള്ള എഴുത്തുകളുടെ ലോകത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ ആദ്യമായി അംഗീകരിക്കപ്പെട്ട ഒരു രചന എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഏതായിരിക്കും? അങ്ങനെ അംഗീകരിക്കപ്പെട്ട രചന എന്ന് പറയാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഈ രണ്ട് രൂപങ്ങളിൽ നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ വിക്ഷോഭം എന്നുള്ളൊരു സംഗതി, ഇത് മാനുഷികമായൊരു സംഗതിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായിട്ട് ആ വിക്ഷോഭം, അതിൽ നിന്ന് തന്നെയാണ് ക്രിയേറ്റീവായിട്ടുള്ള രചനകളും വരിക. അഥവാ പിന്നെ കഥകളും കവിതകളും എല്ലാം വരിക. ഇപ്പോൾ കവിതകൾ പ്രതിഷേധമായിട്ട് വരും, അല്ലെങ്കിൽ പ്രേമമായിട്ട് വരും. അങ്ങനത്തെ എല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മനസ്സിൻ്റെ ഒരു വിങ്ങൽ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ. ഇതേ രൂപത്തിൽ തന്നെയാണ് ഇതും സത്യത്തിൽ. ഗൗരവ എഴുത്തു അത് തന്നെയാണ്, അതിൻ്റെ വേറൊരു രൂപമാണെന്നുള്ളൂ. കുറച്ചുകൂടി അനാലിറ്റിക്കലാണ്, കുറച്ചുകൂടി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ വെക്കലാണ്, മറ്റേതൊരു ഇൻഡയറക്റ്റായിട്ട് വെക്കലാണെന്നുള്ള വ്യത്യാസമുള്ളൂ. ഇതിൽ ഞാൻ പിന്നെ ആ രൂപത്തിൽ പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം അങ്ങനെ പറയുമ്പോൾ വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന പുസ്തകമാണ്. ഞാൻ പിന്നെ പുസ്തക രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിന് മുമ്പ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പുസ്തക രൂപത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നാണ് എൻ്റെ ഓർമ്മ, പഠിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ അത് എഴുതുന്നത്. കാരണം നമ്മളെ പാഠപുസ്തകങ്ങളിലൂടെ നോക്കുമ്പോൾ അന്ന്, അഥവാ 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നെ പാഠപുസ്തകങ്ങൾ സ്കൂൾ തലത്തിൽ മുതൽ എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെക്കുന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അത് വർഗീയത കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ശരിക്കും കാണുന്നത്. അന്നത്തെ ഈ പഠിപ്പിക്കലുകളുടെ ഫലമാണിന്ന് കാണുന്നത് വേണമെങ്കിൽ പറയാം. കാരണം അന്നൊന്നും സാമൂഹികമായി വർഗീയമായ വിഭാഗീയമായ ഒരു ധ്രുവീകരണമല്ല. നമ്മളെ അയൽവക്കക്കാരുമായിട്ടാണെങ്കിലും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടാണെങ്കിലും ഒന്നും ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വ്യത്യാസം അന്ന് മനസ്സിൻ്റെ ഉള്ളിൽ പോലുമില്ല. പക്ഷെ ആ സമയത്ത് പോലും പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഔറംഗസീബ് അദ്ദേഹം മതനിഷ്ഠയുള്ളയാളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തം ജീവിതത്തിന് വേണ്ടി, സ്വന്തം ചെലവുകൾക്ക് വേണ്ടി ഖജനാവിൽ നിന്നൊരു പൈസ പോലും എടുക്കാത്തതാണ്. അതിനുവേണ്ടി അദ്ദേഹം പിന്നെ ഖുർആൻ പകർത്തി എഴുതിയിട്ടും തൊപ്പി തുന്നിയിട്ടും പൈസ കണ്ടെത്തുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു, ഇതിനുവേണ്ടി പണം കണ്ടെത്തുന്നു. എങ്ങനെ? സ്വന്തം അധ്വാനിച്ചിട്ട്. അത്രയും പെർഫെക്റ്റാണ് ഔറംഗസീബ് എന്ന് പാഠപുസ്തകത്തിലുണ്ടാവുക. അതേ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ടാവുക ഈ ഔറംഗസീബ് ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയ ആളാണ്, ക്ഷേത്രങ്ങൾ പൊളിച്ച ആളാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ഒരു നല്ല പെർഫെക്റ്റായ മുസ്ലിം ആണെങ്കിൽ പോലും ഒരു ഹിന്ദു മതവിരോധം, അല്ലെങ്കിൽ ഒരു വിഗ്രഹഭഞ്ജനം, അതല്ലെങ്കിൽ ഒരു ക്ഷേത്രം പൊളിക്കൽ, ഇതെല്ലാം അയാളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് എന്ന രൂപത്തിൽ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങൾ. അന്ന് അതിനെതിരെ ഉള്ള ഒരു എഴുത്താണ് അന്ന് പിന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതണത് ഒരു പുസ്തക രൂപത്തിൽ. അങ്ങനെ വന്നിട്ട് പിന്നീട് പല ഗ്രന്ഥങ്ങളും, ഇപ്പോൾ ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മലയാളി റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരു അവാർഡ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഹൈന്ദവത ധർമ്മവും ദർശനവും എന്ന പുസ്തകം. അപ്പോൾ അതല്ലെന്ന് പറഞ്ഞാൽ
ഹിന്ദു മതത്തെ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കാണാൻ വേണ്ടിയുള്ള ഒരു ദർശനം എന്നുള്ള നിലക്കുള്ള ആദ്യത്തെ മലയാളത്തിലുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സന്ദർഭത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധി ഇസ്ലാമികമായ ഒരു അനാലിസിസ് നടത്തിയൊരു സാധനം അത് ഞാൻ അതിലെ മാറ്ററുകൾ ഇംഗ്ലീഷിലേക്കാക്കിയിട്ട് ഒരു അന്താരാഷ്ട്രീയമായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന മാഗസിനിന് ഇപ്പോൾ അൽജുമ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ ഇസ്ലാമികമായ മാസികയാണ്. അപ്പോൾ അവരുടെ അത് പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് അത് പുസ്തക രൂപത്തിൽ ഇംഗ്ലീഷിൽ പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനത്തെ അംഗീകാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി പിന്നെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന് കൂടി വെക്കാൻ കഴിഞ്ഞ കുറേ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്.